ഹായ്, വെൽക്കം ടു എവറി വൺ. നമ്മുടെ റൈസ് ആൻഡ് ബ്ലൂം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഫോർമേഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് ട്രാക്കിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഈ ഒരു ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അഫോർമേഷനാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ടോപ്പിക് എന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ നമ്മൾ നന്ദി ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്കെല്ലാം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതേപോലെ തന്നെ സെക്കൻഡ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സെക്കൻഡ് അല്ല അതിനൊപ്പം തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അഫോർമേഷൻസ്. അപ്പം അഫോർമേഷൻസിൻ്റെ നമുക്കൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മളൊരു പ്രഖ്യാപനം എന്നുള്ളൊരു രീതിയിൽ പറയാം. അതായത് ഒരു എക്സാമ്പിൾ, ഇപ്പം നാളെ മഴയായതിനാൽ കോട്ടയം ജില്ലയിൽ ഫുള്ള് അവധി പ്രഖ്യാപിച്ചു. അപ്പം കളക്ടറല്ലേ നമുക്ക് അവധി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ പ്രഖ്യാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അതായി തീർന്നു, അല്ലെങ്കിൽ നാളെ അവധിയാണ് എന്നുള്ളത് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പം നാളെ ക്ലാസ് ഇല്ല എന്നുള്ള കാര്യം അവിടെ ഉറപ്പാണ്. അപ്പം ലാസ്റ്റ് ഡിസിഷനാണ് പ്രഖ്യാപനം. അതായത് നമ്മൾ വാർത്ത വെക്കുമ്പം കളക്ടർ പറഞ്ഞില്ല ഇന്ന് അവധി ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞില്ല. കളക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസമാണ്, ശരിയാണ് അവധിയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ അഫോർമേഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന കമാൻഡുകളാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രഖ്യാപനങ്ങളെയാണ് നമ്മൾ അഫോർമേഷൻസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഏത് രീതിയിലും യൂസ് ചെയ്യാം. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമുക്ക് പോരായ്മകളെന്ന് പറയാമല്ലോ. അപ്പം എല്ലാവരും ഈ ലോകത്ത് തികഞ്ഞവരായിട്ട് ആരും തന്നെ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതെല്ലാവരും നമ്മളത് മെച്ചപ്പെടുത്തി എടുക്കുന്ന ഓരോരോ ക്യാരക്ടറുകളായിരിക്കാം. ചിലവർക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കാൻ ഫിയർ ഉണ്ടായിരിക്കാം, പക്ഷേ അവരത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് അവർ അല്ലെങ്കിൽ അങ്ങനെ അവർ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് അങ്ങനെ ഒരു ഫിയർ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പേടിച്ച് നിൽക്കാതെ കുഞ്ഞു കുഞ്ഞു സദസ്സുകളിലെല്ലാം നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് സ്പീച്ചൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരുപാട് ആൾക്കാരിരിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് പബ്ലിക് സ്പീച്ചൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയൊക്കെ ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് മാറ്റിയെടുക്കുന്നത്. അല്ലാതെ ജനിച്ചപ്പം മുതലേ നമുക്ക് ഇങ്ങനൊരു കഴിവ് കിട്ടി വരുന്നവരല്ല ആരും തന്നെ. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ഒരു മനസ്സിന്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഹ്യൂമൻ എന്നൊരു പറയുന്ന ആ ഒരു ആൾക്ക് ഒരു ഇതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 60 ദിവസം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 21 ഡേയ്സ്, അല്ലെങ്കിൽ ഒരു 90 ഡേയ്സ്, അല്ലെങ്കിൽ ഒരു 365 ഡേയ്സ് ഒക്കെ കൊണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു 60 ഡേയ്സ് ഒക്കെ കൊണ്ടിട്ട് നമുക്ക് ഒരു പുതിയൊരു ഹാബിറ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ജനിച്ചപ്പോഴേ നമുക്ക് ഒരു സ്വഭാവമോ അല്ലെങ്കിൽ അങ്ങനൊരു കാര്യങ്ങളോ ഇല്ല. പക്ഷേ എനിക്കിങ്ങനൊരു സ്വഭാവം എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു പോകാൻ നിങ്ങൾക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹോബി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അതായത് എന്നും എക്സസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്, പക്ഷേ അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളെന്നും പല്ല് തേക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെന്നും കുളിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെന്നും ജോലിക്ക് പോകുന്ന പോലെ നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് നമ്മുടെ ലൈഫിൽ മാറും. അതിൽ നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആകുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ആദ്യം തന്നെ എല്ലാവരും ഒരു വിചാരമുണ്ട്, നമ്മളിപ്പോൾ നാളെ തൊട്ട് നന്നാവണമെന്ന് വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ നാളെ തൊട്ടൊരു ന്യൂസ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ബുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു പേജ് വായിച്ചു തുടങ്ങുക. ഒരാഴ്ച ഒരു പേജ് വായിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ 2 പേജ് വായിച്ചു തുടങ്ങാം, 3 പേജ് വായിച്ചു തുടങ്ങാം. അങ്ങനെ ചെയ്യുക. അല്ലാതെ നാളെ തൊട്ട് ഞാൻ ഒരു 10 പേജ് അല്ലെങ്കിൽ ഒരു 20 പേജ് ഞാൻ വായിച്ചു തുടങ്ങുമെന്ന് പറയുമ്പോൾ അത് നമ്മൾ ഭയങ്കര പരിശ്രമിച്ച്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലാണ്ട് ഞാനത് ചെയ്യുക. 20 പേജ് എണ്ണി തിട്ടപ്പെടുത്തി വായിക്കുക എന്ന് പറയുമ്പോൾ അതത്ര എൻജോയ് ചെയ്തിട്ട് ചെയ്യുമല്ലോ. അത് ആ ഒരു കടമ നിറവേറ്റണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ 1 പേജ് വായിക്കുക, 2 പേജ് വായിക്കുക, അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു 10 പേജൊക്കെ വായിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും നമുക്കൊരു മടുപ്പടിക്കും. അപ്പോൾ അങ്ങനെ മടുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുഞ്ഞു ആദ്യം തന്നെ ഒരു പാരഗ്രാഫ് വെച്ചിട്ട് വായിക്കാം. അങ്ങനെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്ക് ഒരു കഴിവ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതുപോലെ നമ്മൾ ഒരു 90 ഡേയ്സ് നല്ല രീതിയിൽ തന്നെ നമ്മൾ നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് നമുക്ക് അങ്ങനത്തെ തന്നെ രീതിയിൽ നമുക്ക് റീവയറിങ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് പല ബുക്സുകളിലും പല പല നല്ല നല്ല വലിയ വലിയ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യങ്ങളാണ്. നമുക്ക് പുതിയൊരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ക്യാരക്ടർ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതിൽ പക്ഷെ നമ്മൾ കഠിനാധ്വാനം വേണം. അതുപോലെ കഠിനാധ്വാനം എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലാതെ നമ്മൾ എപ്പോഴും ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇതിൽ അഫർമേഷനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായി തീരണം അല്ലെങ്കിൽ നിങ്ങൾ എന്താവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് നിങ്ങളൊരു ബുക്കിൽ എഴുതി വെക്കുക. അതായത് ഇപ്പം നമുക്ക് എന്താ പറയുക, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം എനിക്കിപ്പം സ്റ്റേജിലൊക്കെ കയറിയിട്ട് ഒരു 10 പേരുടെ മുന്നിൽ നിന്ന് ഒരു സെമിനാറോ അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റോ എടുക്കാൻ എനിക്കൊരു ഫിയറാണ്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു 100-200 പേരുള്ള ഒരു സദസ്സിൽ ഒറ്റയ്ക്ക് മൈക്കൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരെയും നല്ല എൻജോയ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ അങ്ങനെയാണ് നിങ്ങൾക്ക് ആയിത്തീരേണ്ടത്. പക്ഷേ നിങ്ങൾ ഒറിജിനലി നിങ്ങൾ അങ്ങനെ ഒരാളല്ല, പക്ഷെ നിങ്ങൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഒരു അഫർമേഷനായിട്ട് നമുക്കത് പറയാം. എനിക്ക് സ്റ്റേജിൽ നിന്ന് ഒരു 200 പേരുള്ള ഒരു സ്റ്റേജിൽ നിന്ന് എനിക്ക് ധൈര്യമായിട്ട് എൻ്റെ ക്ലാസ്സുകളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് എടുക്കാൻ എനിക്ക് സാധിച്ചതിന് നന്ദി, അല്ലെങ്കിൽ എനിക്കെടുക്കാൻ സാധിച്ചതിന് നന്ദി എന്ന് വേണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് വേഴ്സിൽ പറയാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് ഒരു 1000 പേരടങ്ങുന്ന സദസ്സിൽ എനിക്ക് നല്ല ഹാപ്പി ആയിട്ട് ഞാൻ എടുക്കുന്ന ആ ഒരു സബ്ജക്റ്റ് എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. എന്നെക്കൊണ്ടത് സാധിക്കും. ഞാൻ അതിന് പ്രാപ്തനാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നല്ല ഹെൽത്തിയാണ്, ഞാൻ നല്ല ഹാപ്പിയാണ്, ഞാൻ 24/7 ഹാപ്പിയാണ്. അങ്ങനെയുള്ള നല്ല നല്ല അഫർമേഷൻസ് നിങ്ങൾക്ക് എന്ത് ഇപ്പം നിങ്ങൾ ഹാപ്പി മൂഡ് ആവാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളങ്ങനെ പറയാം, ഞാൻ 24/7 ഹാപ്പി, ഐ എം ഹാപ്പി ഓൾവേസ്, ഐ എം ഹാപ്പി ഓൾവേസ്, ഐ എം ഹാപ്പി ഓൾവേസ് എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം സമാധാനം, അതായത് മൈൻഡ് ഭയങ്കര ആൻഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഐ എം കാം, ഐ എം കാം, ഐ എം സേഫ് എന്നൊക്കെ പറയാം. അത് അഫർമേഷനായിട്ട് നിങ്ങൾക്ക് കിടക്കുന്നതിന് മുമ്പ് പറയാം. ഞാൻ എപ്പോഴും പറയുന്നത് എനിക്കെപ്പോഴും ഒരു ആന്തരികമായിട്ടുള്ളൊരു പീസ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇന്നർ പീസ് ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. സോ ഞാൻ പറയുന്ന വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ഫിൽഡ് വിത്ത് ഇന്നർ പീസ്, ഐ ആം ഫിൽഡ് വിത്ത് ഇന്നർ പീസ്. ഇതിൻ്റെ ഗ്രാമറോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെയാണ്. മൈ മൈൻഡ് ഈസ് ഫിൽഡ് വിത്ത് ഹാപ്പിനെസ്, ഐ ആം ഫേസിങ് ഓൾ ചലഞ്ചേഴ്സ് ഇൻ മൈ ലൈഫ്. അങ്ങനെ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കണ്ടൻറ്റുകളൊക്കെ നമ്മൾ പറയാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ലൈഫിൽ നിങ്ങൾ വേണോ അതെല്ലാം നമ്മൾ പറയാം. ഐ ആം ലവബിൾ, എനിക്ക് നിങ്ങൾക്ക് മലയാളത്തിലാണ് നിങ്ങൾക്ക് പറ്റുന്നതെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ പറയാം. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ അങ്ങനെ പറയാം. ഇപ്പം എന്നിലേക്ക് നല്ല നല്ല സ്നേഹങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു, എന്നിലേക്ക് നല്ല ഫ്രണ്ട്ഷിപ്പുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, ഞാൻ സന്തോഷവതിയാണ്, ഞാൻ ആരോഗ്യവതിയാണ്, എന്നിലേക്ക് നല്ല നല്ല അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു, ഓരോ ദിവസം കൂടുന്തോറും എൻ്റെ കോൺഫിഡൻസ് കൂടി വരുന്നു, ഞാൻ പോകുന്ന മേഖലകളെല്ലാം ഏറ്റവും സന്തോഷവും സമാധാനവും ഉള്ളതാണ്, ഞാൻ എല്ലാവരെയും നല്ല നല്ല കാര്യങ്ങൾ ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു, എന്നിലേക്ക് നല്ല നല്ല അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു, എന്നിലേക്ക് നല്ല നല്ല വ്യക്തികൾ വന്നുകൊണ്ടേയിരിക്കുന്നു, ഞാൻ സന്തോഷവതിയാണ്, ഞാൻ ലോകം അറിയുന്ന ഒരു വ്യക്തിയായി മാറിക്കൊണ്ടേയിരിക്കുന്നു, എനിക്ക് നല്ല നല്ല അറിവുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ലക്കിയസ്റ്റ് പേഴ്സണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല അഫർമേഷൻസ് പറയുക. ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ വിശ്വസിച്ച് പറയുക. അല്ലാതെ ഇപ്പം ഞാൻ ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാം. അതായത് നിങ്ങൾ ഹാപ്പി ആവുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു മൂഡ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം ഇപ്പം ഐ ആം ഹാപ്പി എന്ന് പറയുന്നതും ഐ ആം ഹാപ്പി എന്ന് പറയുമ്പോഴും ഒരു ഭയങ്കര സന്തോഷമാണ്. കാരണം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് പറയുക. കണ്ണടച്ചിട്ട് നല്ല ഫീലോടുകൂടി പറയുക. കണ്ണടച്ച് ഫീലോടുകൂടി പറയുമ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ല. അപ്പം നിങ്ങൾ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും അല്ല, നിങ്ങളുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഇല്ലല്ലോ, ഞാൻ ഹാപ്പി ആയിട്ടുള്ളൊരു ഫീൽ അല്ലല്ലോ എനിക്ക് വരുന്നത്, പിന്നെ ഞാൻ എങ്ങനെ ഹാപ്പി ആയിട്ട് സംസാരിക്കുമെന്നായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുവാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ നമ്മുടെ ആ ഒരു ഐബ്രോസ് ഉണ്ടല്ലോ, ഐബ്രോസ് ഒന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് പിരികു വയ്ക്കുന്നത് നമ്മളിങ്ങനെ പൊക്കത്തില്ലേ, അങ്ങനെ ഒന്ന് പൊക്കുന്ന സമയത്ത് അതെന്ന് പറയുന്നത് ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു പോസ്റ്ററാണ് കേട്ടോ. നമ്മളൊരു
എന്താ പറയുക, ആ ഒരു ഹാപ്പി ആയിട്ടുള്ള പോസ്റ്റർ, അങ്ങനത്തെ ഒരു പോസ്റ്റർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. 5 മിനിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര തമാശ പറഞ്ഞ് ചിരിച്ചിരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ കണ്ണുകളൊക്കെ ഒന്ന് വിരിയും, അതുപോലെ തന്നെ പിരികൊക്കെ ഒന്ന് പൊങ്ങും, അങ്ങനെയൊക്കെ രീതിയിലല്ലേ വരുന്നത്. അപ്പോൾ അത് ഹാപ്പി പോസ്റ്ററാണ്. ആ ഒരു ഇത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഐ ആം വെരി ഹാപ്പി. അപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ പറയുക, നന്നായിട്ട് ചിരിച്ചുകൊണ്ട്. നമ്മുടെ മനസ്സിനറിയത്തില്ല നമ്മൾ സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ വിഷമത്തിലാണോ ഒന്നും അറിയത്തില്ല. പുള്ളി മെയിനായിട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തോട്ട് എങ്ങനെയാണുള്ളതാണ്, നമ്മുടെ ബോഡി പോസ്റ്റർ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്മൈലുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡ് നോക്കുന്നത്. മെയിൻലി തോട്ട് വരും, പിന്നെ നമ്മുടെ ഇമോഷൻസ് വരും, പിന്നെ ബോഡി പോസ്റ്റർ വരും. ഈ 3 കാര്യങ്ങളാണ് വരുന്നത്. അപ്പം ബോഡി നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ ഹൈ ഫ്രീക്വൻസിയിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതി പറയുക. പിന്നെ ചിന്തിക്കുന്ന രീതി, പിന്നെ നമ്മുടെ ബോഡി പോസ്റ്റർ അതെപ്പോഴും നമ്മൾ നല്ല ഹെഡൊക്കെ നല്ല രീതിയിൽ നല്ല നമ്മൾ നല്ല ഒരു എന്താ പറയുക, നമ്മൾ നല്ല ശക്തിശാലിയായിട്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ നല്ലൊരു പ്രൗഢയോടുകൂടി ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു ബോഡി പോസ്റ്റർ ഉണ്ടല്ലോ ആ രീതിയിൽ നിൽക്കുക. പുള്ളി അത് മാത്രമേ നോക്കത്തുള്ളൂ. അതിൽ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ കടന്നു പോയാലും ഒരു പ്രശ്നമല്ല. പക്ഷേ നിങ്ങളൊരു 5 മിനിറ്റ് ഈ രീതിയിലൊന്ന് ആക്ട് ചെയ്ത് നോക്കുക. നമ്മൾ ആക്ട് ചെയ്ത് ഇവനെ നമ്മുടെ പരിധിയിലേക്ക് വരുത്താൻ നമുക്ക് സാധിക്കും. അതായത് മൈൻഡ് എന്ന് പറയുന്നത് ഒരു പൊട്ടനാണ്. മനസ്സിലായി കഴിഞ്ഞാൽ പുള്ളിക്ക് ആന്തരികമായിട്ടുള്ള കാര്യങ്ങളെ അറിയത്തുള്ളൂ. ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുള്ളി അറിയും. പക്ഷെ നമ്മൾ ഈ കൊടുക്കുന്ന തോട്ടിനനുസരിച്ചും നമ്മുടെ ഈ ഒരു ഇമോഷൻസിനനുസരിച്ചുമാണ് പുള്ളി മൂവ് ഓൺ ചെയ്യുന്നത്. മനസ്സിലായോ? ആ ഒരു നമ്മളിപ്പം ഒരു നമ്മുടെ ആ ഒരു എക്സ്പ്രഷൻ മാറുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ തോട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമോഷൻസ് മാറുന്ന സമയത്താണ് പുള്ളിക്കിത് സങ്കടമാണോ വിഷമാണോ എന്ന് മനസ്സിലാകുന്നത്. അതേസമയം നമ്മൾ എന്ത് ചെയ്യണം? അപ്പം നമുക്ക് ഒന്നുകൂടെ ഒരു വിഷമമുള്ള രീതിയിലായിരിക്കും നമുക്ക് റിയാക്ഷൻ വരുന്നത്. നമ്മളത് മാറ്റാൻ വേണ്ടിയിട്ട് അഭിനയിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് ആക്ട് ചെയ്താൽ മതി. ആക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളതിനെ തന്നെ നമുക്ക് ആ ഉള്ളൊരു ഇമോഷൻസ് പുള്ളി തന്നെ നമുക്ക് ഒരു ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു ഇമോഷൻസിനെ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ പുറമേ ഒന്ന് അഭിനയിച്ച് നമ്മൾ ഈ തോട്ടിലും ഇമോഷൻസിലും നമ്മുടെ ഈ ഒരു ബോഡി പോസ്റ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചിരിച്ചുകൊണ്ട് പറയുക. അല്ലെങ്കിൽ നമ്മളിപ്പം നിങ്ങൾ എന്താകണമെന്നോ വിചാരിക്കുന്നോ അതെല്ലാം നമ്മൾ ചിരിച്ചുകൊണ്ട് പറയാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരും. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ട്രാക്കിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് തോന്നിയാലും നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നമ്മുടെ മനസ്സ് എന്തൊക്കെ രീതിയിൽ നമ്മളോട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പം അതിനേക്കാൾ 10 ഇരട്ടി ശക്തിയോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പം ഓട്ടോമാറ്റിക്കലി ആ ഉള്ളിൽ നിന്നുള്ള ആ ഒരു വരവ് കുറഞ്ഞോളും. മനസ്സിലായോ? നിങ്ങൾക്കുള്ളിലൊരു തോന്നലല്ലേ വരുന്നത്, അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ ആ തോന്നലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തോന്നലിൻ്റെ ആ ഒരു കൂടി നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം എനിക്കത് പറ്റും എന്നൊരു 10 തവണ നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ വരുന്ന ആ ഒരു ഡെപ്ത്ത് കുറയും. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് മാറുമെന്ന് ഞാൻ പറഞ്ഞില്ല, ഡെപ്ത്ത് കുറയും. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു മനോഹരമായിട്ടുള്ളൊരു വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി.